ധാരാളം മനോഹരമായ സ്ഥലങ്ങൾ, ബീച്ചുകൾ, പുഴകൾ, മലകൾ, സസ്യജന്തുജാലങ്ങളാൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് നമ്മുടേത്. കൂടാതെ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും നിഗൂഢ രഹസ്യങ്ങളുടെയും തീവ്രതയേറിയ ഒരു ഇടം കൂടിയാണ് ഭാരതം. അത്ഭുതങ്ങളുടെ ഈ നാട്ടിൽ ഓരോ സ്ഥലത്തിനും ഒന്നുകിൽ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു രഹസ്യമുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്നൊരു പ്രദേശത്തൊരു ദേവീക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രധാന ഒരു ചടങ്ങാണ് ബാധയൊഴിപ്പിക്കൽ. ബാധയൊഴിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബ് കിട്ടും, മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ അത്തരത്തിൽ ബാധയൊഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ എത്തുന്നതെങ്കിലോ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ അത്തരമൊരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രാജസ്ഥാനിലെ ദൗസ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമായ മെഹന്ദിപ്പൂർ ബാലാജി ക്ഷേത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയാണ്. ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹനുമാൻ പ്രതിഷ്ഠയായ ക്ഷേത്രമായതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ബാലാജി ക്ഷേത്രം എന്ന പേര് വന്നത്. പ്രേതങ്ങളെയും ദുരാത്മാക്കളെയും ഒഴിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ക്ഷേത്രമാണെന്ന വിശ്വാസത്താൽ ദിവസം തോറും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ബാലാജി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രധാനമായും ആരാധിക്കപ്പെടുന്ന 3 ശക്തികളാണ് ഹനുമാൻ, ഭൈരവൻ, പ്രേതരാജ്. ഈ ദേവന്മാരെല്ലാം പ്രേതങ്ങളോടും ആത്മാക്കളോടുമെല്ലാം ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ദിവ്യശക്തിക്ക് ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനും ആളുകളെ ദുർമന്ത്രവാദത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെയുള്ള ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം ആരവല്ലി മലനിരകളുടെ ഇടയിൽ തനിയെ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ടുകാലത്ത് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം ഘോരവനമായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ അനുസരിച്ച് ഇവിടുത്തെ ദിവ്യനായിരുന്ന ശ്രീ മഹാൻജിയുടെ സ്വപ്നത്തിൽ 3 ദേവന്മാർ വരികയും തൻ്റെ കടമ നിറവേറ്റാൻ തയ്യാറാകണമെന്നറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്നെ സേവിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുക എന്ന്. തുടർന്ന് അവർ ഈ സ്ഥലത്ത് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുവാൻ തുടങ്ങി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലേത് വളരെ ഊഷ്മള അന്തരീക്ഷമാണെങ്കിലും അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലം നമുക്ക് അനുഭവപ്പെടും. ഒരു അപരിചിതത്വവും ഭയവും നിങ്ങളെ പിടികൂടും. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ ഈ അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് മണിമുഴക്കങ്ങളൊന്നും കേൾക്കുവാൻ സാധിച്ചേക്കില്ല. പകരം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാധയുള്ളവരുടെ അലമുറകളും നിലവിളികളും മാത്രമേ കേൾക്കുവാൻ സാധിക്കൂ. ബാലാജിയുടെ ഇഷ്ട ദിവസങ്ങളായ ചൊവ്വ, ശനി ദിവസങ്ങളിലാണ് തിരക്ക് ധാരാളമുണ്ടാകുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രസാദങ്ങൾ നൽകാത്ത ഒരു ക്ഷേത്രമാണിത്. ഈ അമ്പലത്തിന് 4 അറകളുള്ളതായി പറയപ്പെടുന്നു. ആദ്യത്തെ 3 അറകളിൽ 3 ദേവന്മാരുടെയും വിഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും. അവസാനത്തെ അറയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതും വിചിത്രവുമായ കാഴ്ചകളും അനുഭവങ്ങളും നൽകിയേക്കും. അവിടെ ബാധയുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുടിയാട്ടവും അലമുറകളും തുടങ്ങി ഭയാനകമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചേക്കാം. ക്ഷേത്രം സന്ദർശിക്കുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അവയിലൊന്നാണ് ക്ഷേത്രത്തിനകത്ത് ആരെയും സ്പർശിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത്. കാരണം ബാധയുള്ളവരിൽ നിന്നും അത് നിങ്ങളിലേക്ക് പകർന്നേക്കാം.
ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഭക്ഷണപ്പൊതികളോ വെള്ളമോ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം തിരികെ പോകുവാൻ. അവസാനമായി ക്ഷേത്രം വിട്ടു പോരുമ്പോൾ പിറകിൽ നിന്നും എന്ത് തരത്തിലുള്ള ശബ്ദം കേട്ടാലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. കാരണം നിങ്ങളുടെ ആ നോട്ടം പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു ദുരാത്മാവ് നിൽക്കുന്നുണ്ടാകാം. മനഃശക്തി ഇല്ലാത്തവർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത്. അഥവാ നിങ്ങൾ അമാനുഷിക ശക്തികളിലോ പ്രേതങ്ങളിലോ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വിശ്വാസം താനേ വന്നോളും. പ്രേതത്തെ പറ്റിയുള്ള മിഥ്യാധാരണ പരത്താനോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല ഈ എപ്പിസോഡ്. മറിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും നമ്മളിവിടെ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഗുഡ് ബൈ.